ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ അമ്മ ജനിച്ചു വളർന്ന വീടാണ് കേട്ടോ ഇത്. അമ്മ പറഞ്ഞു 60 വർഷത്തെ പഴക്കമുണ്ട് ഈ വീട്ടിലെന്ന്. കാരണം മൂത്തയ്ക്ക് ഏകദേശം 53 വയസ്സായി. അമ്മമ്മയുടെ മൂത്ത മകളാണ് ചന്ദ്രിമൂത്തക്ക് 53 വയസ്സായി. അപ്പോൾ എന്തായാലും 53 വയസ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തായാലും ഈ ഒരു വീടിന് 60 വർഷത്തെ പഴക്കം എന്തായാലും ഉണ്ടാവും. കാരണം ഈ ഒരു വീടൊക്കെ എടുത്ത് സെറ്റിൽഡ് ആയതിനു ശേഷമാണ് മൂത്ത ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും 60 വർഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അമ്മ 6ാമത്തെയാണ് കേട്ടോ. ടോട്ടൽ 8 മക്കളാണ് ഇവർ. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നാണ് ജനിച്ച് വളർന്നതൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ എല്ലാവരുടെയും മെമ്മറീസും ഒക്കെ ഉള്ളത് ഈ ഒരു വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഹോം ടൂർ വീഡിയോ ആണിത്. അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഒരുപാട് ഞാൻ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് എല്ലാവരും എടുത്തതെന്ന്. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ലക്ഷറി ഹൗസൊക്കെയാണ് വരുന്നത്. ആരതും ഇങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ല. ഞാൻ കാണാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആവട്ടെ, ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വെറൈറ്റി ആവട്ടെ ഈ വീടെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീട് എടുക്കാം. കാരണം ഈ ഒരു വീട് എത്ര വർഷം ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ നെക്സ്റ്റ് തലമുറക്കൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ, ഈ ഒരു വീട് പണ്ടത്തെ വീടാന്നൊക്കെ പറഞ്ഞിട്ട്. അതും പിന്നെ എൻ്റെ പ്രായമുള്ളവരൊക്കെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ അമ്മക്കൊക്കെ കാണിച്ചു കൊടുക്കാം. അവർക്കും ഒരു ഓർമ്മയാവട്ടെ, അവർ ജനിച്ച് വളർന്ന വീടൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്കും ഒരു ഓർമ്മിക്കാനുള്ള ഒരു മൊമെൻ്റ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതാണ് അമ്മ ജനിച്ചു വളർന്ന വീട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുള്ള് റബ്ബർ തോട്ടാണ്. ഇതിൻ്റെ നേരെ അടുത്തായിട്ട് ആലയുണ്ട്. ആല എന്ന് പറയുന്നത് പശുവിൻ്റെ തൊഴുത്തിനെയാണ് കേട്ടോ. ഇവിടെ മൂത്തയാണ് പശുവിനെ വളർത്തുന്നത്. അതിൻ്റെ മേലേക്കും ഫുള്ള് റബ്ബറാണ്. താഴെ ഭാഗത്തേക്കും കുറേ മരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ മരങ്ങൾക്കിടയിലാണ് ഈ ഒരു വീട് വരുന്നത്. 4 ഭാഗത്തും മരങ്ങളാണ്. അച്ചാച്ചന് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. വീടിൻ്റെ താഴേക്കൊക്കെ കുറേ സ്ഥലമുണ്ട്. അപ്പം അച്ചാച്ചൻ നല്ലോണം കൃഷി ചെയ്യുന്ന ഒരാളുമായിരുന്നു. ഒരുപാട് മരങ്ങളൊക്കെ നടാറുണ്ട്. അതുപോലെ മരത്തിനൊക്കെ തന്നെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ പിടിപ്പിക്കാറുണ്ട്. ഒരുപാട് വാഴ, അങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ള് കൃഷിയാണ് നമ്മളെ പറമ്പത്തൊക്കെ. അപ്പോൾ വീടിൻ്റെ പുറത്ത് നിന്ന് തന്നെ ഒരു ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടോയ്ലറ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാറേ ഇല്ല. പശുവിന് വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്നാണ് പൈപ്പ് ഇട്ടിട്ട് വെള്ളം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ ടോയ്ലറ്റ് പോകാറേ ഇല്ല. വീടിനുള്ളിൽ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്, അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. മുറ്റത്ത് തന്നെയാണ് കിണർ വരുന്നത്. അതിനടുത്തായിട്ട് ഒരു പൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. കിണറും കുളിമുറിയും കൂടെ അറ്റാച്ച്ഡ് ആണ്. നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ കിണറിന് വലിച്ചാണ് എടുക്കുന്നത്. അത് കുളിമുറിയിൽ നിന്നാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ പൈപ്പിലുള്ള വെള്ളം എടുത്ത് കുടിക്കാറില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് വീടിന്റെ ലുക്ക് എന്ന് പറയുന്നത്. 2ാമത്തെ നിലയിൽ 2 റൂമും ഒരു കുഞ്ഞു ഹാളും കൂടി ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, താഴത്തെ നില മാത്രം കാണിക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മുൻഭാഗത്ത് ഫുള്ളായിട്ട് ഗ്രിൽസ് ആണ് വരുന്നത്. ഗ്രിൽസിന്റെ മേലെ സൂരജ് എന്ന് പേരുണ്ട് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സൂരജ് എന്ന് പറയുന്നത് മൂത്തയുടെ മോനാണ്. ആദ്യത്തെ അമ്മമ്മയുടെ അച്ചാച്ചന്റെ ആദ്യത്തെ കൊച്ചു മോനാണ് കേട്ടോ അത്. അപ്പൊ ആ ഒരു പേര് തന്നെ മേലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുളിമുറിയിൽ നിന്ന് മുറ്റത്തുനിന്നും നമുക്ക് കയറാൻ പറ്റും, അതുപോലെ അടുക്കളയിൽ നിന്നും കയറാൻ പറ്റും. ആ ഡോറാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇപ്പം നമ്മൾ എറയത്തേക്ക് കയറിയിട്ടുണ്ട്. എറയെന്ന് പറയുന്നത് സിറ്റ് ഔട്ടിനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു റൂം വരുന്നുണ്ട്. ഈ ഒരു റൂം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഫുൾ അലങ്കോലമായി വൃത്തികേടായിട്ടാണ് ഉള്ളത്. എല്ലാ ഭാഗവും അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷേങ്കിൽ കുറച്ചുകൂടെ അധികമാണ് അത് വൃത്തികേടായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ജനൽ കണ്ടോ, ശരിക്കും ഇതിന്റെ മരം എന്ന് പറയുന്നത് അത് ഉള്ളിൽ വരണ്ടാണ്. അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് അറിയില്ല. ഇവിടുത്തെ എല്ലാ ജനലിനും അങ്ങനെ തന്നെയാണ്. ഉള്ളിൽ വരേണ്ട ഭാഗം പുറത്താണ്. ഇനി പണ്ടതാണോ ഡിസൈൻ എന്ന് അറിയില്ല. എറയത്തായിട്ട് നമ്മുടെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അമ്മമ്മക്ക് അത് പറിച്ചു കളയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത് ആണി അടിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, പറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എറയത്ത് തന്നെയായിട്ടാണ് നമ്മളെ കറണ്ടിന്റെ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിന്റെ താഴെയായിട്ട് ചെറിയൊരു ഡോറ് പോലെ കണ്ടോ, അത് തുറക്കാനൊന്നും കഴിയില്ല. അതിനൊരു 3 ഹോളുണ്ട്. അമ്മ പണ്ട് പറയുന്ന കേൾക്കാം അത് അടുക്കളയിൽ നിന്ന് കണക്ട് ആയിട്ടുള്ള ഒരു ഡോറാണ് കേട്ടോ. അപ്പൊ അമ്മ പറയുന്ന കേൾക്കാം പണ്ടൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങനെ പണ്ടൊന്നും പുറത്തങ്ങനെ ഇറങ്ങാറൊന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു ടൈം അതിനുള്ളിലൂടെയാണ് വന്ന ആൾക്കാരെയൊക്കെ അവർ നോക്കാറുള്ളത് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് കയറുവാണ്. ഈ ഒരു ഭാഗത്ത് 4 ഡോറായിട്ടാണ് കേട്ടോ വാതിൽ വരുന്നത്. കണ്ടോ, ഇതന്നെ 2 പീസ്, പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് 2 പീസ് വരുന്നുണ്ട്. ചുമരിലായിട്ട് 2 പൂമ്പാറ്റയുടെ പിക്ചർ ഉണ്ട്. അത് ഞാൻ വരച്ചതാണ്, നെയിൽ പോളിഷ് വെച്ച് വരച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ അതിന്റെ അവിടെ തന്നെ ആയിട്ട് ഞാൻ എന്റെ മെഷീൻ വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ ആയിട്ട് ഒരു വടി വെച്ചിട്ടുണ്ട്, ഒരു ഉണക്കക്കമ്പാണ്
ആണ് വെച്ചിട്ടുള്ളത്. അതെല്ലാ റൂമിലും ഉണ്ട് കേട്ടോ, റൂമിലും ഉണ്ട്, അടുക്കളയിലും ഒക്കെ ഉണ്ട്. കാരണം ഈ ഒരു വീട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതായതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വിച്ച് ഒക്കെ കംപ്ലൈന്റ് ആയിട്ടുണ്ട്, എല്ലാം ഷോക്കാണ്. ഇനി നമുക്കത് മാറ്റിപ്പണിയാനൊന്നും കഴിയില്ല, കാരണം ഇതിന്റെ വയറും കാര്യങ്ങളും ഫുള്ളും മാറ്റണം എന്നാണ് പറഞ്ഞത്. അതൊക്കെ മാറ്റാൻ ഇറങ്ങിയാൽ പിന്നെ ഒരുപാട് പണി ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അതൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ റൂമിലും ഉണക്കക്കമ്പ് വെച്ചിട്ടുണ്ട്, അതാകുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കൂലല്ലോ. പിന്നെ ഇതിന്റെ മേലെ ഭാഗത്തായിട്ട് വരുന്നത് മച്ചാണ്, അതായത് റൂഫിൽ വരുന്നത്. മച്ച് എന്ന് പറയുന്നത് മരമാണ്, പിന്നെ അതിന്റെ മേലെ സിമെന്റ് ഇടുവാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അറിവ് അങ്ങനെയാണ് കേട്ടോ, കറക്റ്റ് എനിക്ക് അറിയില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം എനിക്ക് എന്റെ കല്യാണത്തിന് എന്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ്. അവിടെ വിദ്യാട്ടനെയും എന്റെയും കൂടെ വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ വള വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ, അതൊക്കെ കുറെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ക്ലോക്ക് ഉണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ പേപ്പർ വെച്ചിട്ടും ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫ്ലവർ എവിടെയോ ഇളകി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് അച്ചാച്ചനും അമ്മമ്മയും. അച്ചാച്ചൻ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, അച്ചാച്ചൻ നമ്മളെ വിട്ടു പോയിട്ട് 4 വർഷമായി. അമ്മമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അമ്മമ്മ ഇവിടെ ഇല്ല, മൂത്തേന്റെ കൂടെയാണ്. കാരണം ഇത് കുന്നൊക്കെ ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ അമ്മമ്മ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇറങ്ങാറില്ല, അവിടെ തന്നെയാണ് നിൽക്കാറുള്ളത്. ഇത് അച്ചാച്ചന്റെ അമ്മമ്മയുടെയും പഴയ ഫോട്ടോ ആണ്. അത് വലിയ ക്ലിയർ ഒന്നുമില്ല കേട്ടോ, നേരിട്ട് കാണാൻ വേണ്ടിയിട്ടും അത്രമാത്രമേ ഉള്ളൂ. പിന്നെ അച്ചാച്ചന്റെ വാച്ച് ഉണ്ട് അവിടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട്. പിന്നെ താഴെയായിട്ട് നമ്മുടെ പാവനൂർ മൊട്ടയിലെ മുത്തപ്പ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫ്രെയിമാണ്. ഇതിൽ അച്ചാച്ചനെ ഞാൻ തൊട്ട് കാണിക്കാം. ഈ ഒരു ക്ഷേത്രം അച്ചാച്ചനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മുത്തപ്പ ക്ഷേത്രമാണ്, അവിടെ മടയനായിട്ട് അച്ചാച്ചൻ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. മരണം വരെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ വിദ്യാർത്ഥി ഫോട്ടോ, അതിന്റെ തൊട്ടിപ്പുറത്ത് എന്റെ മൂത്തയുടെ മോന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ്, ഇപ്പൊ എഡിറ്റിംഗ് ചെയ്യുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇതാണ് പൂജാമുറി വരുന്നത്. പൂജാമുറിക്ക് പിന്നെ ഗ്ലാസിന്റെ ഡോറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെയായിട്ട് ജനലിന് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ. പിന്നെ ഒരു കൃഷ്ണന്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പൂജാമുറിയിൽ തന്നെയാണ് സെറ്റ് സാരി കാര്യങ്ങളൊക്കെ വെക്കുന്നത്, പൂജാമുറിയിൽ തന്നെയാണ്. പിന്നെ ഈ ഒരു പൂജാമുറിയുടെ കറുപ്പ് നിറം കാണുന്നത്, അതായത് ചുമരിന് കറുപ്പ് കാണുന്നത്, ഇവിടെ അധികവും ചെതല് വരാറുണ്ട്. ആ ഒരു സമയം കരിയോയിൽ അടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ചുമരിലേക്ക് ഉറ്റിയിട്ടാണ് ഈ ഒരു കറുത്ത കളറൊക്കെ ചുമരിൽ കാണുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളെ പൂജാമുറി. അത് ഞാൻ അടയ്ക്കുന്നുണ്ട്, കാരണം നമ്മൾ വിളക്കെത്തിക്കുന്ന സമയം മാത്രമാണ് തുറന്നു വെക്കുന്നത്. പൂജാമുറിയിൽ നിന്ന് നേരെ നോക്കുമ്പോൾ പുറത്തേക്കാണ് കാണുന്നത്. അതുപോലെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോഴും വിളക്ക് എത്തിച്ചു വെച്ചാണ് നമുക്ക് വേഗം കാണാൻ കഴിയുക. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ, ഇങ്ങനെ മുറ്റത്ത് നിന്ന് നേരെ നോക്കുമ്പോൾ വിളക്ക് കാണുന്നത്. കാരണം വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വിളക്ക് എത്തിച്ചു വെച്ചത് കാണുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് എന്റെ വീടിനൊക്കെ ഞാൻ എഞ്ചിനീയറോട് പറഞ്ഞ് അതുപോലെ തന്നെയാണ് വരപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ റൂം വരുന്നത്. കുഞ്ഞു റൂമാണ്, നമുക്കൊരു ബെഡ് ഇടാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു ജനലുണ്ട് പുറത്തേക്കുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു അലമാര കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയാണ് ആ ഒരു റൂം വരുന്നത്. മച്ചിന്റെ റൂമാണ് കേട്ടോ ഇതും. അതുപോലെ അടുത്ത റൂം അച്ചാച്ചനും അമ്മമ്മയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന റൂമാണ്. ഇതിലും മച്ചാണ് വരുന്നത്. തണുപ്പുള്ള സമയം ഈ ഒരു മച്ചുള്ള റൂമിൽ കിടന്നിറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് കേട്ടോ. രാവിലെ ആയാൽ പോലും അറിയില്ല, അത്രക്കും സുഖമാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു റൂം വരുന്നത്. നമ്മുടെ ഹാളിൽ നിന്ന് 5 വഴികളാണുള്ളത്. 3 റൂമിലേക്കും, 1 അടുക്കളയിലേക്കും, പിന്നെ 1 പൂജാമുറിയിലേക്കുള്ള വഴി. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത റൂമിലേക്കാണ് പോകുന്നത്. ഈ ഒരു റൂമിന്റെ പേര് ഇവര് കുഞ്ഞു കൊട്ടിലകം എന്നാണ് പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു ഭാഗത്ത് 2 ഡോറായിട്ടാണ് കേട്ടോ വരുന്നത്, പകുതി ആയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീടിന്റെ എല്ലാ ഡോറുകളും അങ്ങനെ തന്നെയാണ്. ഇതാണ് കുഞ്ഞു കൊട്ടിലകം. ഒരുപാട് തുണിയൊക്കെ ഉണ്ട്, ഞാൻ ഇതൊന്നും പിന്നെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. വീട് എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെയും ചെറിയൊരു അലമാരി ഉണ്ട്, അതിൽ പുരാതന കാലത്തുള്ള ഗ്ലാസ് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ഈ ഒരു ഷെൽഫ് അമ്മയും അമ്മേന്റെ ചേച്ചിമാരൊക്കെ കോറയിൽ പണ്ട് കല്ലടിക്കാൻ പോയിട്ട് വാങ്ങിയതാണ്. അവരുടെ ഫസ്റ്റ് സാലറി എന്തോ കിട്ടിയപ്പോൾ വാങ്ങിച്ച ഷെൽഫാണ്. അതപ്പം അമ്മ എപ്പോഴും ഇവിടുന്ന് പറയാറുണ്ട്. അപ്പൊ ഇതാണ് വലിയ കൊട്ടിലകം. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡോറ് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം, അതൊക്കെ ചെതലരിച്ചു പോയിട്ടുണ്ട്. ഈ ഡോറ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ അറിയത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ റൂം ഫുൾ അലങ്കോലാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല പറഞ്ഞില്ലേ. ആ ഒരു റൂമിലേക്ക് പോകുന്ന വഴിയാണത്. ആ ഒരു റൂമിനും 2 ഡോറുണ്ട്. അപ്പോൾ ഇവിടെ ബാത്റൂം ഉള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ ഡോറ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ടോയ്ലറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ആ ഒരു ടോയ്ലറ്റിന്റെ ഡോറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഫുള്ള് ചെതലരിച്ച് പോയിട്ടുണ്ട്, കാരണം കുറേ കാലങ്ങളായല്ലോ. ഈ ഒരു റൂമിലാണ് നമ്മൾ മഴക്കാലത്തൊക്കെ തുണിയൊക്കെ ഇട്ട് ഉണക്കുന്നത്. അപ്പൊ ഇവിടെയാണ് അമ്മമ്മയുടെ അമ്മ കിടന്നത്, അതായത് എന്റെ മുതുമുത്തശ്ശി എന്ന് പറയാം, മുത്തശ്ശിയുടെ റൂമാണ് കേട്ടോ അത്.
നമ്മൾ നേരെ അടുക്കള കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വഴി. ഈ ഒരു വാതിലൊന്നും ഇങ്ങനെ വലിച്ചാലൊന്നും നീങ്ങൂല കേട്ടോ, അത്രയും നീങ്ങുള്ളൂ, അതങ്ങനെ ആയതാണ്. ഇനി പിന്നെ അധികം നീക്കാൻ നോക്കിയാൽ അതെല്ലാം പൊട്ടി കയ്യിൽ വരലായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്ന വഴി. ഇവിടെ ആയിട്ട് ഏണി കൊടുത്തിട്ടുണ്ട്, അതായത് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മേലെ നമുക്ക് 2 റൂമാണ് ഉള്ളത്, പിന്നെ ഒരു കുഞ്ഞു ഹോളും കൂടി ഉണ്ട്, അങ്ങോട്ടേക്ക് കയറാനുള്ള ഒരു ഏണിയാണിത്. പിന്നെ ഈ ഒരു മേലത്തെ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമ ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മീശ മാധവനില് പിന്നെ ജഗതി ശ്രീകുമാർ പറയുന്നില്ലേ, കാവ്യനോട് പറയുന്നു കേറിപ്പോടി അകത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോറ് വലിച്ചടക്കുന്നില്ലേ, മറ്റേ ഈ പാട്ടുള്ള എൻ്റെ മല്ലി, ആ പാട്ടാണെന്ന് തോന്നുന്നു. അതൊന്നല്ലേ, ആ പാട്ടുള്ള സീനിൽ ഇങ്ങനെ ഒരു ഡോറുണ്ട്. അത് എനിക്കിപ്പോ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ അത് ഓർമ്മ വന്നത്. ഇവിടുന്ന് കാണുമ്പോൾ അങ്ങനെ ഓർമ്മയുണ്ടാവില്ല, ഇപ്പൊ ഇങ്ങനെ മേലേക്ക് എടുക്കുമ്പോൾ അത് ഓർമ്മ വന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുക്കളയാണ്. അടുക്കളയിൽ ചിമ്മിനി അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ എല്ലാവരും അടുക്കളയിലാണല്ലോ അടുപ്പൊക്കെ കൊടുക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ചെറിയൊരു ജനലുണ്ട്, പിന്നെ 2 തട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുളിമുറിയാണ്. ഈ ഒരു ഭാഗത്താണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു കുഞ്ഞു ജനലുള്ളത്. ഇതിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ആരാ വന്നേ ഇരിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കാൻ കഴിയും. അപ്പൊ അമ്മ അതാ പറയാറുള്ളത്, പണ്ടൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളൊന്നും അധികം പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ, അപ്പൊ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ അതിന്റെ ഉള്ളിലൂടെ നോക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് കുളിമുറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പെയിന്റും കാര്യങ്ങളൊക്കെ പോയിട്ട് അലങ്കോലമായിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു ഡോറ് തുറക്കാം. 2 ഡോറാണ് കേട്ടോ ഉള്ളത്. ഇതാണ് നമ്മുടെ കിണർ വരുന്നത്. ഇപ്പൊ മഴയായത് കൊണ്ടാണ് കിണറിൽ നല്ലോണം ഇതുപോലെ ചെടികളൊക്കെ വന്നിട്ടുള്ളത്, കാടും പടലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ അടുത്താണ് കേട്ടോ കിണറൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയത്. ഒരു ദിവസം ഒരു പൂച്ചക്കുട്ടി വീണിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്തിൽ അതിനെ എടുത്തു. പിറ്റേന്ന് കിണറും നല്ല രീതിയിൽ ഫുള്ള് വൃത്തിയാക്കി എടുത്തതാണ്. മഴ സമയം ആയതുകൊണ്ട് തന്നെ നല്ലോണം കാടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇപ്പുറത്തായിട്ട് ഒരു കുഞ്ഞു ഡോറുണ്ട്, അതായത് കുളിമുറിക്ക് 2 ഡോർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിണറിലേക്കുള്ള ഡോറും കൂടി ആയാലും 3 ഡോർ വരുന്നുണ്ട്. ഇനി ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. കുന്നിന്റെ മേലെ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇതിലൂടെ നോക്കിയാലാണ് നല്ല രീതിയിൽ കാണുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ വരുന്നത്. അപ്പോൾ ഡോറ് ഞാൻ അപ്പടഞ്ഞ് അടക്കുമെന്ന്, കാരണം ഞാൻ നേരത്തെ വീഡിയോന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ലൈറ്റൊക്കെ ഇട്ട് വെച്ചു, പിന്നെ എന്താണ് എല്ലാം ഓപ്പൺ ആക്കി വെച്ചു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തെടുത്ത് വരുമ്പോൾ തന്നെ എല്ലാം ലോക്കാക്കുമെന്ന്, കാരണം പിന്നെ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാതിലൊന്നും അടക്കലുണ്ടാവില്ല, എല്ലാം അതുപോലെ തന്നെ ആയിരിക്കും. ഇനി അടുക്കളയിൽ നിന്ന് നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഇത് നമ്മൾ ഹാളിൽ നിന്ന് വന്ന വഴിയാണ്. ഇനി നമുക്ക് ഈ ഒരു വഴി പോയി കഴിഞ്ഞാലാണ് നമുക്ക് വർക്ക് ചെയ്തെത്തുക. ഇതാണ് ഇവരെ സ്റ്റോർ റൂം. സ്റ്റോർ റൂമിൽ 2 തട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം. വർക്ക് ഏരിയയിൽ 2 സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യാനുള്ളതും ഒന്ന് പാത്രങ്ങൾ വാഷ് ചെയ്യാനുള്ളതും. അപ്പൊ ഫസ്റ്റത്തേത് വരുന്നതാണ് നമുക്ക് കൈ വാഷ് ചെയ്യാനും ഒക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇത് വന്നിട്ടുള്ളത്. പിന്നെയുള്ളതാണ് പാത്രങ്ങൾ വാഷ് ചെയ്യാനുള്ള സിങ്ക്. ഇവിടെ ഒരു അമ്മി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ടേ ഉള്ള അമ്മിയാണ്, ഇപ്പൊന്നും ആരും യൂസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ സൈഡ് ഭാഗത്തായിട്ട് വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് ഒക്കെ ചാക്കൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ അത്. അപ്പൊ ഇതിന്റെ ബാക്ക് വശം ഇങ്ങനെയാണ്. ഫുൾ ഒരു ഇട്ടയായിട്ട് ഫുള്ള് കാടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മഴയായ സമയം കാട് കയറിയതാണ്. ഇവിടെ പെട്ടെന്ന് കാട് കയറും, അത്രയും വളവുള്ള മണ്ണാണ് കേട്ടോ അത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത്. നമ്മുടെ ഹോം ടൂർ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെയാണ്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അറിയുന്ന പോലെയൊക്കെ എടുത്തു. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ എന്താ പറയുക ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നിട്ട് വീഡിയോ എടുക്കായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അറിയുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഹോം ടൂർ ചെയ്യുന്ന കണ്ടു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഞാൻ അധികം വൃത്തിയൊന്നും ആക്കാൻ നിന്നില്ല, ഏകദേശം എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒരുപാട് തുണികളുണ്ട്, തുണികളൊക്കെ മാറ്റാൻ തന്നെ വേണം കുറേ സമയം, അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ വെച്ചിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. 2ാം നില ഞാൻ കാണിച്ചില്ല. 2ാം നിലയിൽ 2 റൂമും ചെറിയൊരു ഹോളാണ് ഉള്ളത്. അവിടെ ഫുള്ള് വൃത്തികേടായിട്ടാണുള്ളത്, അങ്ങോട്ടൊന്നും കയറാറേ ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുക്കാനും നിന്നില്ല കേട്ടോ. ഫുള്ള് അലങ്കോലമായിട്ടാണുള്ളത്. പിന്നെ അത് എടുക്കുന്നതിൽ കാര്യമില്ല എന്ന് വിചാരിച്ചു.
അതുകൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഹോം ടൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.